US അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫെഡറൽ ഷട്ട്ഡൗണിലൂടെ കടന്നു പോവുകയാണ്. പുറംപൂച്ചൊക്കെ പറയുമെങ്കിലും അങ്ങ് ആകെ തകർന്നിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളത് നമുക്കൊക്കെ ഇപ്പോൾ നല്ല വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ഈ പറയുന്ന പോലെ ചത്താലും ചമഞ്ഞു കിടക്കണമല്ലോ, അങ്ങനെ ചമഞ്ഞ് നടക്കുകയാണ് അമേരിക്ക. ഇവിടെ ഷട്ട് ഡൗൺ നടപ്പാക്കുന്ന സമയത്ത് നമുക്കറിയാം ഏതാണ്ട് 4000-ഓളം സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കമൊക്കെ ട്രംപ് നടത്തിയിരുന്നു. അതിനെതിരെ US കോടതികൾ രംഗത്ത് വരികയും പിന്നീട് അത് മാറ്റേണ്ടി വരികയും ഒക്കെ ചെയ്തു. എന്തിനധികം നാസ വരെ പ്രവർത്തനം നിലച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ബഹിരാകാശ ഏജൻസിയാണ് നാസ എന്ന് പറയുന്നത്. നാസ ദൗത്യങ്ങളെ ലോകം മുഴുവനും വളരെ ആകാംക്ഷയോടെയാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്. ആ നാസയ്ക്ക് പ്രവർത്തനം നിലയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അമേരിക്ക അതിൻ്റെ ഏറ്റവും ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ പറയുന്ന ജീവനക്കാരെല്ലാം ഹാജരാകുമ്പോൾ അവർക്ക് നൽകാൻ ശമ്പളം കൂടി വേണം. ശമ്പളമില്ലാതെ ആരാണ് ജോലി ചെയ്യുക? ആർക്കും പട്ടിണി കിടക്കാൻ എന്തായാലും സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർക്കെല്ലാം ഫണ്ട് കൊടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഫണ്ട് ശേഖരിക്കുക എന്നുള്ളത് ഏതൊരു ഭരണകൂടവും ചെയ്യുന്ന കാര്യമാണ്. അത്തരത്തിലൊരു വമ്പൻ നിധി കിട്ടിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ചില്ലറയൊന്നുമല്ല, വമ്പൻ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ നിധി തന്നെയാണ് ട്രംപിന് കിട്ടിയിരിക്കുന്നത്. ഡൊണേഷൻ ആയിട്ടാണ് ഈ നിധി കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അജ്ഞാത ശതകോടീശ്വരൻ എന്നൊക്കെയാണ് ഇതിനെ ആദ്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രംപിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ കോടീശ്വരൻ ആരാണ് എന്ന് വെളിപ്പെടുത്താനൊക്കെ ആയിട്ട്. പക്ഷെ പിന്നീട് ഇതിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന ഷട്ട് ഡൗണിലൂടെ കടന്നു പോകുന്ന അമേരിക്കക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ് ഈ ഒരു ഡൊണേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഷട്ട് ഡൗണിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവശ്യ വിഭാഗമാണ് സൈന്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ആരോഗ്യരംഗവും ഇത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ സൈന്യത്തിന് ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള, അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏതാണ്ട് $130 മില്യൺ വേണ്ടി വരിക. ഏകദേശം 1100 കോടി രൂപ വരും. ഇത് $130 മില്യൺ എന്ന് പറയുന്നത് 1100 കോടി രൂപയാണ്. അപ്പോൾ ഈ പണത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നു ട്രംപ്. അപ്പോൾ ഇതിനിടയിലാണ് ഈ പറയുന്ന ഒരു അജ്ഞാതൻ വന്നിട്ട് ഇത്രയും കോടി രൂപ ഇവിടെ വലിയൊരു സംഭാവനയായിട്ട് നൽകുന്നത്. ആരാണ് ഈ അജ്ഞാതൻ എന്ന് അന്വേഷിക്കുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. അതായത് ബാങ്കിങ് മേഖലയിലാണ് ഈ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത്. ഇവരുടെ പേര് തിമോത്തി മെലൻ എന്നാണ്. ഇവരാണ് ഈ പണം നൽകിയിട്ടുള്ളത്. ഈ തിമോത്തി മെലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുത്തച്ഛനുണ്ട്. മുത്തച്ഛൻ്റെ പേര് ആൻഡ്രൂസ് മെലൻ എന്നായിരുന്നു. ഇദ്ദേഹം നേരത്തെ US-ന്റെ ട്രഷറി സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടൊക്കെയുള്ള വിവരം എന്ന് പറയുന്നത്. മാത്രമല്ല US-ന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ആ പദവി വഹിച്ചവരിൽ ഒരാൾ കൂടിയാണ് ഈ പറയുന്ന ആൻഡ്രൂ മെലൻ എന്ന് പറയുന്ന വ്യക്തി. ട്രംപിന് $50 മില്യണിലധികം തിരഞ്ഞെടുപ്പ് ഫണ്ട് സംഭാവന കൂടി ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ തിമോത്തി മെലൻ എന്ന് പറയുന്നത്. അപ്പോൾ $50 മില്യണിലധികം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 400 കോടിയിലധികം രൂപ കൊടുത്തിട്ടുണ്ട് ഈ തിമോത്തി മെലൻ. അപ്പം ഈ ഇടപാട് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ മറ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതേസമയം തിമോത്തിയുടെ സംഭാവന പോരാ, അത് തികയില്ല സൈനികർക്ക് പൂർണ്ണ ശമ്പളം കൊടുക്കാൻ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സൈന്യത്തിന് 2 ആഴ്ചത്തെയെങ്കിലും ശമ്പളമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ശമ്പളം കൊടുക്കണമെങ്കിൽ 2 ആഴ്ചത്തെ ശമ്പളം കൊടുക്കണമെങ്കിൽ തന്നെ വേണം ഏതാണ്ട് 6.3 ബില്യൺ രൂപ, അതായത് 55,000 കോടി രൂപ. അപ്പോൾ തിമോത്തിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ഒരു തുക എന്ന് പറയുന്നത് ഒരാൾക്ക് $100 വീതം നൽകാനേ കഴിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ $100 എന്ന് പറയുന്നത് 8,500 രൂപയാണ്. ഈ 8,500 രൂപ കൊടുക്കാൻ വേണ്ടി മാത്രമേ
തിമോത്തി മെലൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫണ്ട് വഴി കഴിയുകയുള്ളൂ. വെറും 1 ബില്യൺ ആസ്തിയുള്ളയാളാണ് തിമോത്തി മെലൻ. അതായത് 8500 കോടി രൂപ ആസ്തിയാണ് തിമോത്തി മെലൻ ഉള്ളത്. ഈ ആസ്തിയിൽ നിന്നാണ് ഇവരിത് നടത്തിയിട്ടുള്ളത്. അപ്പം നേരത്തെ സംഭാവന കിട്ടിയെന്നൊക്കെ ട്രംപ് പറഞ്ഞുവെങ്കിലും പേര് പരസ്യമാക്കിയിരുന്നില്ല. മാത്രമല്ല, ഇവർക്ക് മറ്റൊരു വിശേഷണം കൂടി ട്രംപ് കൊടുക്കുന്നുണ്ട്. അത് രാജ്യസ്നേഹിയാണ്, തൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെയായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ ഈ തിമോത്തി എന്ന് പറയുന്ന ആൾ നൽകിയിട്ടുള്ള സംഭാവന സൈന്യത്തിന് ശമ്പളം കൊടുക്കുമ്പോൾ, ആ സംഭാവന കൊണ്ട് ശമ്പളം കൊടുക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമെന്നും വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള വാദങ്ങളൊക്കെ അവിടെ ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ ഈ തുക സൈന്യം ഉൾപ്പെടെയുള്ള ഫെഡറൽ ഏജൻസികളൊക്കെ ഉപയോഗിക്കുന്നതിനെ വിലക്കുന്ന ആൻറ്റി ഡെഫിഷ്യൻസി നിയമത്തിൻ്റെ ലംഘനമാകുമെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ ചില ചട്ടക്കൂടുകളും നിയമങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഒരു ഫണ്ട് ശേഖരിക്കുന്ന, അത് രാജ്യത്തെ തന്നെ കാത്തു സംരക്ഷിക്കുന്ന ഫെഡറൽ ഏജൻസികളായിട്ടുള്ള ഈ പറയുന്ന ഒരു സൈന്യം പോലുള്ള ഒരു ഏജൻസിക്ക് നൽകാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഈ പറയുന്ന ട്രംപിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ട്രംപിൻ്റെ ഫ്രണ്ടായിരുന്നു എലോൺ മസ്ക് ആയിട്ട് തല്ലി പിരിഞ്ഞ്, ഞാനും ജോജിയും തമ്മിൽ അടിച്ച് പിരിഞ്ചു എന്ന് പറയുന്നത് പോലെയാണ് ട്രംപുമായിട്ടുള്ള കൂട്ടുകെട്ട്. നമുക്കറിയാം, മോദിയോട് കാണിച്ചിട്ടുള്ളത് മൈ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ട്രംപ് ആയതുകൊണ്ട് ആ ഒരു ഭീഷണിയുണ്ട്. മറ്റൊന്ന് അതിൽ പരമായിട്ടുള്ള ഒരു ഭീഷണിയാണ് ഒരു രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് പണം നൽകുക എന്ന് പറയുന്നത് അത് സുരക്ഷാ ഭീഷണി അടക്കം ഉണ്ടാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് ഈ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ അജ്ഞാതരുടെ ഫണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ നിയമപ്രശ്നങ്ങളും ചിലർ ഉന്നയിക്കുന്നുണ്ട്. ഏകദേശം 13 ലക്ഷം സജീവ സൈനികരാണ് US ഉള്ളത് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ സൈന്യത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ബജറ്റിൽ 60,000 കോടിയോളം ഡോളർ, ഏതാണ്ട് 50 ലക്ഷം കോടിയിൽ പരം രൂപ കോൺഗ്രസിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് വിമുഖത കാണിക്കുകയാണ്. കാരണം ട്രംപിനെ ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. മറ്റൊന്ന്, ട്രംപ് ഇപ്പോൾ വരുത്തി വെച്ചിട്ടുള്ള ഈ നയങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ പിടിവാശി മൂലം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നയങ്ങളാണ്. ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു വന്നതാണ് ട്രംപ്. അപ്പോൾ നമ്മളൊരു നയം പ്രയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ നയം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ വരായികകളെ കൂടി നോക്കിയിട്ട് വേണം അത് പ്രയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയില്ലേ, അറിയാത്ത പുള്ള ചൊറിയുമ്പോഴറിയും എന്ന് പറയുന്നത് പോലെയാണ്. ട്രംപ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞു എന്ന് വിചാരിച്ചാലോ അറിഞ്ഞു എന്ന് നമുക്ക് ട്രംപിന് പറയാനും കഴിയില്ല. അപ്പോൾ ഇത്രത്തോളം വളരെ വിഷയമായിരിക്കുകയാണ് അമേരിക്കയുടെ എല്ലാ പ്രവർത്തനങ്ങളും. എന്നിട്ടും ട്രംപ് പറയുന്നത് നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത്, അതായത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി പറഞ്ഞു എന്നുള്ളത്. അപ്പം തന്നെ വിദേശകാര്യ വകുപ്പ് ഒരു പത്രക്കുറിപ്പ് ഇറക്കി. ഇത് ഞാൻ തലയ്ക്ക് വട്ടാണ്, ഞങ്ങളിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പ് ഇറക്കി. അതായത് നമ്മൾ ഇതൊന്നും പറയുന്നില്ല, ഇത് എവിടെ നിന്ന് വാങ്ങണം, ഇന്ത്യയുടെ ആവശ്യത്തിനുള്ള എന്ത് തരം വസ്തുക്കളുമായിട്ടോട്ടെ അത് എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പരമാധികാരം ഉപയോഗിച്ച് ഇന്ത്യ തീരുമാനിക്കുന്ന കാര്യമാണ്. അത് ഇന്ത്യ ഡിസൈഡ് ചെയ്യും. അത് ഡിസൈഡ് ചെയ്യാൻ നമ്മൾ പുറത്തു നിന്ന് ഒരാളെ വെച്ചിട്ടില്ല. പണ്ടൊക്കെ വെച്ചിട്ടുണ്ടാകുമായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 10-12 വർഷമായിട്ട് അങ്ങനെ ഒരു നീക്കം നമ്മുടെ രാജ്യത്തിനില്ല തന്നെ. അതുകൊണ്ട് ട്രംപ് പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല. മറ്റൊന്ന്, ട്രംപിൻ്റെ നിലനിൽപ്പാണ്. ട്രംപിനെതിരെ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, അവിടെ പല സിറ്റികളിലുമൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. പല സ്റ്റേറ്റിലുമൊക്കെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ട്രംപിൻ്റെ പാർട്ടി
മത്സരിക്കുന്നിടത്തെങ്കിലും മേൽക്കോയ്മ ഉള്ളിടത്തൊക്കെ വോട്ട് കിട്ടാൻ ട്രംപിന് പലതരത്തിലുള്ള തന്ത്രങ്ങൾ അവിടെ ഇറക്കേണ്ടതുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കളിയാണ്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കളി ഉള്ളത് കൊണ്ട് തന്നെ ട്രംപിന് ഇത്തരത്തിലുള്ള നുണക്കവിതകളൊക്കെ അവിടെ ചൊല്ലേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടെ പറയുന്നത്, അതായത് നമ്മൾ താരിഫ് കുറക്കും. അതായത് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താരിഫ് അമേരിക്ക കുറയ്ക്കേണ്ടി വരും. പക്ഷെ ആ കുറയ്ക്കേണ്ടി വരുന്നത് നേരിട്ട് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് സാമ്രാജ്യത്വ രാജ്യമാണല്ലോ. അപ്പോൾ അതിന് അവരോട് അവരെ ഏറ്റുമുട്ടി തോറ്റു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താരിഫ് കുറയ്ക്കുന്നത് എന്ന് പറയാനുള്ള ചില നീക്കങ്ങളും ട്രംപ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ട്രംപിന്റെ നിലനിൽപ്പിനുള്ള കളികളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് ഇപ്പോൾ നിൽക്കുന്നത് പൊട്ടിത്തകർന്നിട്ടുള്ള ഒരു ചില്ലുപാത്രത്തിന്റെ നടുക്കാണ്. അത് തകർന്നു എന്നുള്ളത് സമ്മതിക്കാനുള്ള മടി എന്ന് പറയുന്നത് ട്രംപിന് മാത്രമാണ്. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക തകർന്നടിഞ്ഞു എന്നുള്ള വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.